Hello friends, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ HTML ട്യൂട്ടോറിയൽ ആണ്. സോ ആക്ച്വലി എന്താണ് HTML? HTML എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എനിക്ക് കംപ്ലീറ്റ് HTML ട്യൂട്ടോറിയൽ ഒരു വീഡിയോയിൽ ഇടാൻ പറ്റില്ല, നല്ല രീതിയിൽ ലെങ്ത് ആവും. സോ ഞാനത് പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടാണ് പറയുന്നത്. അതായത് HTML നമ്മൾ കോഡൊക്കെ എൻ്റർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ്ങും then അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. സോ ഇത് പാർട്ടായിട്ട് ഇനി ബാക്കിയുള്ള ഇത് വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് നമ്മൾ HTML ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻ, നമ്മൾ ആ കോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് VS കോഡിലാണ്, അതായത് വെർച്വൽ സ്റ്റുഡിയോ കോഡിനകത്താണ് ഞാൻ HTML ചെയ്യുന്നത്. സോ ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. സോ അതിന് ബ്രൗസർ അത് ഓപ്പൺ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അപ്പോൾ ബ്രൗസർ എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. then അതിനകത്ത് VS കോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, VS കോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് വെബ്സൈറ്റ് കാണാൻ സാധിക്കും, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇത് visualstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്, visualstudio.com. വേറെ ഒന്നും പോകണ്ട, ചില എല്ലാം ജെന്യുവൻ ആയിരിക്കണമെന്നില്ല. സോ ഈ ഫസ്റ്റ് ആണ്, ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ്, ഫ്രീ ആണ്, ഇത് തന്നെ ഡൗൺലോഡ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് അല്ലെങ്കിൽ താഴോട്ടുള്ള ചെറിയ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇത് ഏതാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. മാക്OS ആണോ വിൻഡോസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനുസരിച്ചുള്ളത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ എന്റെ വിൻഡോസ് ആണ്, ഞാനിപ്പോൾ ഇത് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു exe ഫയൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഓക്കെ, ഒരു 86 MB ഒരു exe ഫയലാണ്, പെട്ടെന്ന് ഡൗൺലോഡ് ആയിക്കോളും. സോ ഈ exe ഫയൽ വെച്ച് നിങ്ങൾ സാധാരണ മറ്റ് അപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ബാക്കി അപ്ലിക്കേഷൻ നമ്മൾ നോർമലായി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇത് നമ്മൾ ഈ HTML ചെയ്യുന്നത് ഒരുപാട് ടാഗ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഒരേ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലാണ് HTML കോഡ് ചെയ്യുന്നത്. സോ അതിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും പാർട്ടായിട്ട്. സോ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം ആ ഒരു exe ഫയൽ ഉണ്ടല്ലോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജ് വരും. സോ ഇത് അക്സെപ്റ്റ് എന്ന് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഐക്കൺ ഇടുന്നുണ്ടെങ്കിൽ ഇത് ഇടാൻ, അതിനാണ് ഇത്. സോ ഇപ്പൊ അതൊന്നും ഇടുന്നില്ല, നേരെ നെക്സ്റ്റ് അടിച്ചു വിടുക, ഇൻസ്റ്റാൾ കൊടുക്കുക. സോ ഇത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. സോ ഇത് ഇൻസ്റ്റാൾ ആവുന്ന സമയം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നമുക്ക് HTML ചെയ്യുന്നതിന് സേവ് ആക്കുന്ന വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത് ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ പോയി ഫോൾഡർ എടുക്കുക. then അതിനൊരു നെയിം കൊടുക്കുക. ഞാനിപ്പോ HTML എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഈ ഒരു HTML എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന HTML ഫയൽസും ആ ഒരു വെബ് പേജ് ഒക്കെ ഇതിനകത്തായിരിക്കും സേവ് ആവുന്നത്. സോ അത് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഇത് നമ്മുടെ VS സ്റ്റുഡിയോന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇത് ലോഞ്ച് എന്നുള്ള ടിക്ക് ചെയ്തിട്ട് ഫിനിഷ് അടിക്കുക. ഡിഫോൾട്ട് ആയിട്ട് ടിക്കിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഇന്റർഫേസ്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വെൽക്കം ടാബ് ക്ലോസ് ചെയ്ത് അടഞ്ഞേക്കുക. അപ്പൊ ഇവിടെയാണ് ഇതാണ് ഇതിന്റെ നോർമൽ വിൻഡോ എന്ന് പറയുന്നത്. സോ ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ്, ഇത് ഇതിനകത്താണ് നമ്മൾ നമ്മുടെ കമാൻഡ് ഒക്കെ എൻ്റർ ചെയ്യുന്നത്. നമ്മുടെ HTML കോഡ് ഫുൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു സ്ഥലം ഇവിടെയാണ്. സോ നമുക്ക് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ ഇപ്പൊ ഉണ്ടാക്കിയ ഫോൾഡർ ഇതിനകത്ത് ലിങ്ക് ചെയ്യണം. സോ അതിന് ഇതാ ഇവിടെ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സോ തന്നെ ഇവിടെ ഓപ്പൺ ഫോൾഡർ എന്ന് കൊടുത്ത് നിങ്ങൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ടല്ലോ, HTML ഫോൾഡർ, നിങ്ങൾക്ക് സേവ് ചെയ്യണ്ടേ. സോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിപ്പോ നമ്മൾ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ
അപ്പൊ ഇവിടെ നമ്മുടെ HTML എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ ഇതവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ഒക്കെ ഇവിടെ കാണും. സോ നമുക്കിപ്പോ ഒരു പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ന്യൂ ഫയൽ എന്ന് കാണുന്നുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഈ വെൽക്കം ടൈപ്പ് ക്ലോസ് ആണെങ്കിൽ അവിടെ വരില്ല. സോ ഇവിടെ നിന്ന് ഈ ഒരു ന്യൂ ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യാം. സോ അപ്പൊ ഇവിടെ നെയിം ചോദിക്കും, നമ്മുടെ HTML എന്ത് പേരാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഏതാ കൊടുക്കുക, ഇപ്പം എന്റെ ചാനലിന്റെ പേരാണ് കൊടുക്കുന്നത്. ആദ്യം Adhikarshas stream, then extension കൊടുക്കണം .html. നിങ്ങളുടെ പേര് .html എന്ന് കൊടുക്കുന്നു, എന്റർ അടിക്കുന്നു. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ബേസിക് HTML പേജ്. സോ ഇവിടെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾക്ക് ഞാൻ ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞത്, ഇത് നമ്മൾ ഇതിന് സിൻടാക്സോ മറ്റേ ഒന്നും നമ്മൾ ടാഗ് ഒന്നും ചെയ്യാതെ നമ്മൾ എന്തടിച്ചാലും അത് നമ്മുടെ വെബ് പേജിനകത്ത് വരുന്നിരിക്കും. അത് കാണിച്ചു തരാനാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ. സോ ഞാനിപ്പോ ആദ്യം നമ്മളെ വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തത് എവിടെ ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ആക്കിയ HTML. സോ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് എന്ന് കൊടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രൗസർ വെച്ച് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. എഡ്ജോ ക്രോമോ ഏതെങ്കിലും. ഞാനിപ്പോ ക്രോമോ വെച്ച് ഓപ്പൺ ചെയ്യാണ്. ആ ഫയർഫോക്സ്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ചോയ്സ് ആണത്, ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ചത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാനിത് ഫുൾ സ്ക്രീൻ ഇടുന്നില്ല, ഇവിടെ ഒരു സൈഡിൽ സ്നാപ്പ് ചെയ്ത് ഇടുകയാണ്. സോ അപ്പൊ നമ്മൾ ഇവിടെ കോഡ് എഴുതുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കോഡ് എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ഒരു കോഡ് എഴുതുകയാണ്. ഈ ഒരു കോഡ് എന്ന് പറയുന്നത് കോഡല്ല, നമ്മൾ കാരണം ടാഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ വെറുതെ അടിക്കുവാണ്. ഞാൻ വെറുതെ ഒന്ന് എന്റെ ചാനലിനെ പറ്റി ഒന്ന് അടിച്ചു. ഞാനിപ്പോ സേവ് ചെയ്യാണ്. ഈ ഒരു സേവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് Ctrl+S ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫയലിൽ പോയി സേവ് ചെയ്താലും മതി. Ctrl+S ക്ലിക്ക് ചെയ്യുക. Ctrl+S ക്ലിക്ക് ചെയ്തു. ഞാൻ ഈ വെബ് പേജ് റീഫ്രഷ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ ചേഞ്ച് വരുത്തിയതിനു ശേഷം Ctrl+S ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ വെബ് പേജിൽ റീഫ്രഷ് ചെയ്യുമ്പോൾ ആ ചേഞ്ചസ് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് കോഡ് ഓക്കെ, നമ്മളിപ്പോ എന്ത് കോഡ് എൻ്റർ ചെയ്യുമ്പോൾ ആ കോഡ് അത് ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുന്നു. കണ്ടല്ലോ, നമ്മളിവിടെ ചെയ്യുന്ന ലൈവ് ആയിട്ട് നമ്മുടെ വെബ് പേജിനകത്ത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഏതായാലും കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് വെറും ബേസിക് മാത്രമാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഞാൻ ടൈറ്റിൽ, ബോഡി, അതിന്റെ ആ ഒരു ഫോർമാറ്റ് നമ്മൾ കോഡ് എൻ്റർ ചെയ്യുന്നത്, അതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമുക്ക് നമുക്ക് HTML ഫോൾഡർ ഫയൽ ആണെന്നുള്ളത് നമ്മുടെ ബ്രൗസറിന് പറയണം. നമുക്ക് ബ്രൗസറിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കണ്ടല്ലോ, ഇവിടെ ഫയൽ എന്ന് കാണുകയാണ്. സോ ഇതൊരു HTML ഡോക്യുമെന്റ് ആണെന്ന് പറയണം. സോ അതിനു വേണ്ടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ഏതൊരു ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. HTML ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നു, ദെൻ HTML ക്ലോസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം കണ്ടല്ലോ, ഇവിടെ HTML ഓപ്പൺ ആയി, ഇവിടെ HTML ക്ലോസ് ചെയ്തു. ഇതിനിടയിലാണ് നമ്മുടെ കോഡ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പൊ കോഡ് എൻ്റർ ചെയ്യാൻ ആയില്ല. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന എന്റെ നടുക്ക് എഴുതുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യുന്ന നടുക്ക് എഴുതിയതിനു ശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് ഇവിടെ അധികം ഇടുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, നമ്മൾ ഓപ്പണിംഗ് ക്ലോസും തമ്മിൽ. സോ ഫസ്റ്റ് നമ്മൾ കോഡ് എൻ്റർ ചെയ്യുന്ന മുമ്പ് ഇതൊരു ഡോക് ഫയൽ ആണെന്ന് മനസ്സിലാകണം. സോ ഓപ്പൺ ചെയ്യുക, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുക. അങ്ങനല്ല, ഇപ്പൊ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത എക്സ്ക്ലമേറ്ററിയിൽ ഡോക് ടൈപ്പ് എന്ന് ഇടുക. അപ്പോൾ ഡോക് ടൈപ്പ് HTML, ഇതാണ് നമ്മുടെ ബേസിക്കലി ഇപ്പൊ HTML ആയിട്ട് ഇത് ഒരു ഫയൽ ഇവിടെ HTML ഫോൾഡറായി മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ ബ്രൗസർ. സോ ഇനിയാണ് നമ്മൾ HTML കോഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിനുവേണ്ടി ആദ്യം HTML ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അതാ ഇതിനിടയിലാണ് നമ്മൾ ഇനി HTML നമ്മുടെ കോഡ് കംപ്ലീറ്റ് എൻ്റർ ചെയ്യുന്നത്. കണ്ടല്ലേ, ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, ഈ രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ ഇനി ആ ഒരു കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു വെബ് പേജിൽ കാണേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ രണ്ട് ഭാഗമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ HTML. ഒന്ന് ഹെഡ്, പിന്നെ ബോഡി എന്ന് പറഞ്ഞു. ഹെഡ് എന്ന് പറയുന്നത് കണ്ടല്ലോ, ഇത്ര പോരെ ഭാഗം, ഈ ടോപ്പിക് കാണുന്ന ഈ ഒരു ഭാഗമാണ് ഹെഡ്. ബോഡി എന്ന് പറയുന്നത് ഈ താഴെ ഭാഗം കംപ്ലീറ്റ്ലി ബോഡിയാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഒരു വെബ് പേജ് എടുത്താൽ കണ്ടല്ലോ, ഇത്ര മുകളിൽ ഭാഗം ഈ ഭാഗം ഹെഡും എന്റെ താഴെ ഭാഗം ഇത് ബോഡിയുമാണ്.
ഓക്കെ, അപ്പൊ നിങ്ങളാണല്ലോ, അപ്പൊ ഇതാ ഈ രണ്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അയ്യോ, സ്റ്റുഡിയോ എവിടെ പോയി? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഇതിന്റെ ഇടയിൽ കോഡ് എൻ്റർ ചെയ്യാണ്. സോ ഫസ്റ്റ് നമ്മൾ ആ രണ്ട് സിന്റാക്സ് ആക്കി തിരിക്കണം. സിന്റാക്സ് അല്ല, രണ്ട് ടാഗ് വെച്ച് ഇത് രണ്ടിനും ഡിഫറെന്റ് ആക്കുക. ആദ്യം നമ്മൾ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ഇതിനിടയിലാണ് നമ്മുടെ ഹെഡിന്റെ അകത്ത് വേണ്ട എല്ലാം ആഡ് ചെയ്യുക. then അതിന് അതിന്റെ അടിയിൽ ഇതാ നമ്മൾ ബോഡിയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ഹെഡിനകത്ത് വേണ്ടതെല്ലാം എൻ്റർ ചെയ്യുക. ഈ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ ബോഡിക്കകത്ത് വേണ്ടതെല്ലാം എൻ്റർ ചെയ്യും. ഓക്കെ, ഈ കംപ്ലീറ്റ്ലി ചെയ്യുന്ന ഈ HTML എന്ന് പറയുന്ന ടാഗിനകത്താണ്, അത് മാറിപ്പോകരുത്. സോ നമ്മളിപ്പം ഹെഡിനകത്ത് വേണ്ടത് എല്ലാം ഒരു മെയിൻ കാര്യം പറഞ്ഞുതരാം. ഹെഡിനകത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഹൈഡ് ആയിട്ടാണ് കിടക്കുക. അവിടെ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ആവില്ല. അതിനകത്ത് നമ്മൾ ടൈറ്റിൽ ഒഴിച്ച് ടൈറ്റിൽ അതിനകത്ത് ഡിസ്പ്ലേ ആവും. സോ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കാണുന്ന ഈ ഒരു നെയിം ഉണ്ടല്ലോ നമ്മുടെ വെബ് പേജിന്റെ, ഇതാ ഉണ്ടല്ലോ, അപ്പൊ അതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി, സോ അത് ഹെഡിനകത്താണ് കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി ടൈറ്റില് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നു, ടൈറ്റിൽ എന്ന് പറഞ്ഞ്. ഓക്കെ, ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്പണും ക്ലോസും ചെയ്യുക. then അതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ടൈറ്റിൽ കൊടുക്കും. ഇപ്പൊ ഞാൻ യൂട്യൂബ് എന്ന് കൊടുക്കുകയാണ്, യൂട്യൂബ് എന്ന് കൊടുക്കുന്നു. then ഈ കോഡ് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കൺട്രോൾ എസ് ആണ്, കൺട്രോൾ എസ് ചെയ്തു. then ഇനി ഇവിടെ വെബ് പേജ് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് എന്നായി മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുത്ത ടൈറ്റിൽ ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും വെബ്സൈറ്റിന്റെ പേര് പോലെ ഇവിടെ ടൈറ്റിലായി വരുന്നത്. സോ ഞാനിപ്പോ ഇവിടെ ആദികർഷാസ് ടീം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ കൊടുക്കുന്നു, then സേവ് ചെയ്യുന്നു, കൺട്രോൾ എസ് റിഫ്രഷ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ നെയിം ടൈറ്റിൽ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാൻ ഒന്നെങ്കിൽ കൺട്രോൾ എസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫയലിൽ പോയാൽ സേവ് ചെയ്യാൻ പറ്റും ഇവിടെ. സോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈറ്റിൽ ആയി കഴിഞ്ഞു. ഈ ഒരു ടൈറ്റിൽ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നത്, ഈ ഹെഡിൽ നമുക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഹിഡൻ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഹെഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഹെഡിനകത്തുള്ള കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ ബോഡിക്കകത്തുള്ള കോഡ് ചെയ്യാണ്. സോ ബോഡിക്കകത്ത് നമ്മൾ, ഞാൻ ഇതെല്ലാം ഒന്നും പറയുന്നില്ല. ഒന്ന് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യുന്നു, then അത് സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ബേസിക് ആയിട്ട് വെറുതെ ഒന്ന് എഴുതാനാണെങ്കിൽ അതിന് വേറെ ഫോർമാറ്റോ ഇവിടെ ഇങ്ങനെ ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്ത് വിടുക, സേവ് ചെയ്യുന്ന റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ കംപ്ലീറ്റ് കോഡിങ് ഞാൻ വരുന്നതായിരിക്കും. ജാവയുടേതാണെങ്കിലും ജാവ, CSS, ഇതെല്ലാം ഞാൻ ഇതിന്റെ HTML ലിങ്ക് ചെയ്യുന്നു, എല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ ഇത് കംപ്ലീറ്റ് ബേസിക് ആയിട്ടുള്ള ഇത് മാത്രം. സോ ബോഡിക്കകത്ത് ആദ്യം നമുക്കൊരു പാരഗ്രാഫ് എഴുതണമെങ്കിൽ ആദ്യം ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി P എന്ന ടാഗ് ആണ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ദ പാരഗ്രാഫ് ഇത് ഓപ്പൺ ചെയ്തു. അതിന്റെ ഇടയിൽ നമുക്ക് പാരഗ്രാഫ് എന്തെങ്കിലും ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഞാനൊരു HTML പറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഇത് എന്തെങ്കിലുമൊക്കെ ഒരു സെന്റൻസ് കോപ്പി ചെയ്യാണ് HTML പറ്റി. സോ അത് ഞാൻ ഇവിടെ ഇടുന്നു, ഞാൻ സേവ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതൊരു പാരഗ്രാഫായി വരും. ഇപ്പൊ കുറച്ച് വലിയ ഇത് വേണം. 1 മിനിറ്റ്, ഞാൻ എന്ത് ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ഇന്ത്യയെ പറ്റി ഒന്ന് നോക്കുവാണ്.
ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പാരഗ്രാഫിനുള്ളിൽ ഞാൻ ഇന്ത്യയെ പറ്റി എഴുതുവാണ്. ഞാൻ അത് സേവ് ചെയ്യുന്നു. ഇവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടില്ല, ഇതൊരു പാരഗ്രാഫായി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അടിച്ച ഒരു പാരഗ്രാഫ്, then ഞാൻ രണ്ടാമത് അടിച്ച വേറെ പാരഗ്രാഫ്, അങ്ങനെ പാരഗ്രാഫ് തിരിച്ച് വന്നിട്ടുണ്ട്. സോ ഞാനിപ്പോ ഇവിടെ മറ്റൊന്നും കൂടി ആഡ് ചെയ്യുന്നു. ഒരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇനി അവിടെ ഇതാണ് ആദികർഷാസ് യൂട്യൂബ് ചാനൽ നടക്കും. then സേവ് ചെയ്യുന്നു, റീഫ്രഷ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പാരഗ്രാഫ് തിരിച്ച് വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ പാരഗ്രാഫ് ആയിട്ട് തിരിച്ച് എഴുതുന്നത്. ഇത് ബോഡിക്കകത്ത്, കാരണം ഇതിന് ശേഷം ഇവിടെ വരുന്ന എല്ലാം ബോഡിയിലകത്ത് വരുന്നതാണ്. ഇതെല്ലാം ബോഡിയാണ്. സോ ഈ ഒരു ലൈൻ കണ്ടത്, ഈ ലൈന് താഴെ വരുന്നതെല്ലാം നമ്മുടെ ബോഡിക്കകത്ത് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിന്റെ ബേസിക്. സോ ഇതിപ്പോ തന്നെ ഈ വീഡിയോ 10 മിനിറ്റിലധികം ആയെന്ന് തോന്നുന്നു. സോ ഞാൻ അത് കംപ്ലീറ്റ്ലി ഈ ഒരു ഇതിനകത്ത് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ബാക്കി ഇത് തുടർന്നുള്ള ഇത് എന്തായാലും ഞാൻ ഇതിനെ പാർട്ടായി ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് വെക്കെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പാർട്ട് വരുമ്പോൾ ഇത് കാണുന്നതായിരിക്കും. ഇത് വെറും ബേസിക് ആണ്. ഞാൻ കംപ്ലീറ്റ് HTML ഇതും ഞാൻ പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.